ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തടിക്കഷണം കൊണ്ട് ഒരു കുഞ്ഞു സൂത്രവുമായിട്ടാണ്. നമ്മുടെ വീട്ടിലെ മരം മുറിച്ചപ്പോൾ ഇതുപോലത്തെ ഷേപ്പിന് ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലാവാണ് മുറിച്ചത്. അതുകൊണ്ട് അതിൻ്റെ യെല്ലോ കളറും അതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റാൻഡ് പോലെയും ഉണ്ടായിരുന്നു. ഇത് ടേബിളിലൊക്കെ ഇതുപോലെ വെക്കാനും പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇതിൽ ഒരു കുഞ്ഞു ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിലെ കതകിലും ജനലിലും അടിക്കാൻ വാങ്ങിച്ച ഫ്രൈമറിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അതെടുത്ത് ഇതുപോലെ ഫസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഫ്രെയിമർ ഉള്ളത് കൊണ്ടാണ് അടിച്ചു കൊടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പെയിൻറ് ഇല്ല എങ്കിൽ അടിച്ചു കൊടുക്കണ്ട. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് സൈഡിലും ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പ്രൈമർ അടിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് സപ്പോട്ടയുടെ കുരുവാണ്. ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം അതിൻ്റെ കുരു ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് ഡിസൈനിലാണ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്താണ് ഒട്ടിച്ചെടുക്കുന്നത്. കണ്ടോ, ഇതുപോലൊരു ഫ്ലവർ ഫസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഫ്ലവറിൻ്റെ ലീഫായി തോന്നിക്കാൻ വേണ്ടി ഈ കുരു വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ ഫ്ലവറും ലീഫും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ കുറച്ച് ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് ഫസ്റ്റ് സപ്പോട്ട കുരുകൾ കൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് ഡിസൈനുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഡിസൈൻ ആ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതുപോലെ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന സൈഡിലായിട്ട് ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ പേരോ അല്ലെങ്കിൽ വെൽക്കം എന്നോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് എഴുതി കൊടുക്കുന്നത്. ഞാൻ പേൽ മെറ്റാലിക്കിൻ്റെ സിൽവർ കളറിലുള്ള പെയിൻറ് കൊണ്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇതുപോലെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി ഈ തടിക്കഷണത്തിൻ്റെ താഴ് സൈഡിൽ കുറച്ചൊന്ന് പൊട്ടിയിരിക്കുന്നുണ്ട്. അത് അറിയാതിരിക്കാൻ വേണ്ടി വീടിൻ്റെ ഷേപ്പ് പോലെ ഈ സപ്പോട്ട കുരുക്കൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ വീടിൻ്റെ ഷേപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ജനൽ പോലെ തോന്നിക്കാൻ വേണ്ടി ഇതുപോലെയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെല്ലാം പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഈ ഫ്ലവറിനായിട്ട് റെഡ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്.
ഫ്ലവറിന് അടിച്ചു കൊടുത്തതിന് ശേഷം ആ റെഡ് പെയിന്റ് കൊണ്ട് തന്നെ ഈ ഡിസൈനിലും അടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഡിസൈനും ഈ കളറല്ല അടിച്ചു കൊടുക്കുന്നത്, പല കളറായിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഓറഞ്ച്, ബ്ലൂ അങ്ങനെയായിട്ട് ഡിഫറെന്റ് കളർ അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ താഴ് സൈഡിലും ഇതുപോലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ബ്ലാക്ക് നിറത്തിലുള്ള സൈഡിലും ഓറഞ്ച് പെയിന്റ് കൊണ്ട് തന്നെ ഇതുപോലെ ഫസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് കളർ പെയിന്റ് മാത്രം അടിച്ചു കൊടുത്തിട്ട് ഒരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് മെറൂൺ കളർ പെയിന്റും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഡിസൈനിൽ അടിച്ചു കൊടുത്ത ആ ഓറഞ്ച് നിറം മാറ്റി ബ്ലൂവും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലവറിൻ്റെ ലീഫായിട്ട് ഒട്ടിച്ചു കൊടുത്ത സപ്പോട്ട കുരുക്കൾക്ക് ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഡിസൈനിൽ ഗ്രീൻ കളർ പെയിന്റും അടിച്ചു കൊടുക്കാം. ഇനി വീടിൻ്റെ ഷേപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ബ്ലൂ പെയിൻറ്റും വൈറ്റ് പെയിൻറ്റും കൂടി മിക്സ് ചെയ്തുകൊണ്ട് അടിച്ചു കൊടുക്കാം. പെയിൻറ് ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ഡെക്കോറായിട്ട് വെച്ച് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.